ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്ന് യോഗാ ദിനമാണേ. അപ്പോൾ ഈ മാറ്റിയിട്ടേക്കുന്നത് നമുക്കറിയാമല്ലോ എന്തിനാണെന്ന്. നമുക്ക് യോഗ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു മാറ്റമാണിത്. അപ്പോൾ നമ്മൾ യോഗ ചെയ്യുന്നതുകൊണ്ടുള്ള എന്തെല്ലാം ഗുണമാണെന്ന് നമുക്കറിയാം. നമ്മൾ മാനസികമായിട്ടും ശാരീരികമായിട്ടും എല്ലാം നല്ല സ്ട്രെസ്സും എല്ലാം അകറ്റാനും എല്ലാത്തിനും നമുക്ക് നല്ലതാണ് യോഗ. നല്ല ഉറക്കം കിട്ടുന്നതിന് ഒക്കെയുള്ള ഒരുപാട് ശ്വാസത്തിൻ്റെ വെച്ചിട്ടുള്ള ഒരുപാട് യോഗകൾ നമുക്കുണ്ട്. അപ്പോൾ നമ്മൾ എല്ലാവരും ഈ യോഗ പരിശീലിക്കുന്നത് നല്ലതാണ്. നമുക്ക് ഇപ്പം വ്യായാമം ചെയ്യുന്നത് വേറൊരു യോഗ വേറൊന്ന്. വ്യായാമം ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഒരുപാട് തടി കുറയും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പറ്റും ജിമ്മിലൊക്കെ പോകുന്നുണ്ട്. പക്ഷേ യോഗ എന്ന് പറയുന്നത് നമുക്ക് നല്ല രീതിയിൽ പെല്ലെ കൊണ്ട് നമ്മുടെ അസുഖങ്ങളെല്ലാം കുറയ്ക്കാനും മാനസികമായിട്ടുള്ള സമ്മർദ്ദങ്ങളെയൊക്കെ അകറ്റാനും ഒക്കെ നല്ലതാണ് യോഗ. യോഗ ക്ലാസ്സുകളിലൊക്കെ എല്ലാവരും ഇപ്പോൾ പങ്കെടുക്കുന്നുണ്ടല്ലോ. പലയിടങ്ങളിലും യോഗ ക്ലാസ് നടക്കുന്നുണ്ട്. അപ്പം അവിടെയൊക്കെ പോയി പ്രായത്തിൻ്റെ ഒന്നും ഒരു പ്രശ്നമല്ല, ഏത് പ്രായക്കാർക്കും യോഗ ചെയ്യാവുന്നതാണ്. നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള യോഗകൾ. ഇപ്പോൾ കാലുമുട്ട് വേദനയോ മുട്ടിനോ അസുഖമുള്ളവർക്ക് അതിനനുസരിച്ചുള്ള യോഗയുണ്ട്, ഇരുന്നിട്ട് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഏത് തരം യോഗ വേണമെങ്കിലും വയ്യാത്തവർക്കായാലും എല്ലാം ചെയ്യാൻ പറ്റുന്ന യോഗകൾ, പല രീതിയിലുള്ള യോഗകളുണ്ട്. അതൊക്കെ നമ്മൾ യോഗ ക്ലാസ്സിൽ പോകുമ്പോൾ നമുക്കതിൻ്റെ പരിശീലനമൊക്കെ കിട്ടുമ്പോൾ അത് പിന്നീട് നമ്മൾ എത്രയോ വർഷങ്ങളായിട്ട് യോഗ ചെയ്ത് പിന്നെ ശരീരം ഒരസുഖവും ഇല്ലാതെ കൊണ്ടുപോകുന്നവരെ നിങ്ങൾ കണ്ടിട്ടില്ലേ? അവർ നല്ല പ്രായം കാണും, പക്ഷെ നല്ല മാനസികമായിട്ട് നല്ല ഒരു പിരിമുറുക്കമൊക്കെ മാറാനും, പിന്നെ നമ്മൾ ഉറക്കം കിട്ടാത്തവർ നല്ലതുപോലെ മേലോട്ട് ശ്വാസം എടുത്തിട്ട് കുറച്ച് നേരം ഒന്ന് പിടിച്ച് വെച്ചിട്ട് അത് തനിയേ തന്നെ താഴോട്ടങ്ങ് വിടണം. അത് നമുക്ക് നല്ല സ്ട്രെസ്സും ഒക്കെ മാറ്റാനും ഒക്കെ നല്ലൊരു യോഗയാണ്. എന്നും ഒരു 10-15 പ്രാവശ്യം നമുക്ക് ചെയ്യുന്നത് നല്ലതാണ്. ശ്വാസത്തിൻ്റെ പിന്നെ പല യോഗാസനങ്ങളുണ്ടല്ലോ, ഞാനത് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ, നിങ്ങൾക്ക് ഇതിലൊക്കെ എടുത്ത് നോക്കിയാൽ പോലും അറിയാം. പിന്നെ ഇന്ന് യോഗാ ദിനം ആയതുകൊണ്ട് എല്ലാവരും യോഗ ചെയ്യുന്നത് നല്ലതാണ് എന്നുള്ളൊരു കാര്യം മാത്രം ഞാൻ പറയുകയാണ്. ക്ലാസ്സുകളൊക്കെ നടക്കുന്നിടത്തൊക്കെ പോയി എല്ലാവർക്കും ഈ യോഗയൊക്കെ പരിശീലിക്കാവുന്നതാണ്. കൊച്ചു കുട്ടികൾക്ക് പോലും ഇപ്പം മിക്ക സ്കൂളുകളിലും യോഗ ക്ലാസ്സുകളൊക്കെ ഉണ്ട്. പിന്നെ ശ്രീ രവിശങ്കർ സ്കൂളിലൊക്കെ നല്ല യോഗ ക്ലാസ്സുണ്ട് ട്രിവാൻഡ്രം. പിന്നെ അതുപോലെ പല നല്ല സ്കൂളുകളിലെല്ലാം യോഗ ക്ലാസ് നന്നായിട്ട് നടക്കുന്നുണ്ട്. രാവിലെ അവർ യോഗ ക്ലാസ് കഴിഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. അപ്പോൾ തന്നെ കുട്ടികൾക്ക് നല്ലൊരു എനർജിയും അവർക്ക് ഒരു ബുദ്ധിശക്തി കൂടുകയും പഠിക്കാനുള്ള ഇതും എല്ലാം കിട്ടും. വെറുതെ കളിച്ച് നടക്കുന്ന സമയം നമ്മൾ ഇത്തിരി നേരം യോഗയ്ക്ക് വേണ്ടി കുട്ടികൾക്കായാലും പറഞ്ഞു കൊടുത്ത് നമ്മൾ മാറ്റി വെക്കുക. അപ്പോൾ ഇത് എല്ലാവരും പരിശീലിക്കണം. ഞാനിത് ക്ലാസ്സോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നുമല്ല, ഇത് നല്ലതാണെന്ന് മാത്രം പറയുകയാണ്. പല രീതിയിൽ ഉറക്കക്കുറവുള്ളവർക്കും തലവേദനയും അങ്ങനെ പല അസുഖങ്ങൾക്കൊക്കെ നമുക്ക് മാറ്റമൊക്കെ വരുമെന്നാണ് യോഗ ചെയ്താൽ ഉണ്ടാവുന്ന മാറ്റങ്ങൾ. അപ്പോൾ എല്ലാവരും ഇത് പരിശീലിക്കണേ. ഹാപ്പി യോഗ ഡേ. നമസ്കാരം.